നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. മൊഴിയിൽ പുതുവഴി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവായി വീണ്ടും മൊഴിയെടുപ്പ്. ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് മുഖ്യപ്രതിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞയാളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെ ചോദ്യം ചെയ്യുമെന്ന് സൂചന. നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് സിനിമാ രംഗത്തെ പ്രമുഖനെന്ന് പൾസർ സുനി പറഞ്ഞതായി പോലീസിനോട് വെളിപ്പെടുത്തിയത് സഹതടവുകാരനായ ജിൻസ്. മജിസ്ട്രേറ്റിന് നൽകുന്ന രഹസ്യമൊഴിയിലും ഇയാൾ ഇക്കാര്യം ആവർത്തിച്ചാൽ കേസ് വഴിതിരിയും. ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ എന്ന് സുനി പറഞ്ഞതായി നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മോഷണക്കേസ് പ്രതിയായ ജിൻസ് കാക്കനാട് ജില്ലാ ജയിലിൽ പൾസർ സുനിക്കൊപ്പം ഉണ്ടായിരുന്നത് 10 ദിവസം. നടിയെ ആക്രമിച്ചതിന് പിന്നിലെ രഹസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ സുനി തന്നോട് വെളിപ്പെടുത്തിയതായി ജിൻസ്. തീരാത്ത പോലീസ് പോര്. പോലീസ് ആസ്ഥാനത്ത് നേർക്കുനേർ പോര് നിർത്താതെ ടോമിൻ തച്ചങ്കരിയും TP സെൻകുമാറും. ഡ്യൂട്ടി ഓഫീസറെ മാറ്റി നിയമിച്ച തച്ചങ്കരിയുടെ ഉത്തരവ് റദ്ദാക്കി പോലീസ് മേധാവി. അത്തരം ഉത്തരവിറക്കാൻ തച്ചങ്കരിക്ക് അധികാരമില്ലെന്ന വിശദീകരണം. എന്നാൽ സെൻകുമാറിന്റെ നടപടിക്കെതിരെ സർക്കാരിനെ സമീപിക്കാനൊരുങ്ങി ADGP. അതേസമയം സർക്കാരിനെതിരെ സെൻകുമാർ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നതായി സൂചന. പോലീസ് മേധാവി സ്ഥാനത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ആക്ഷേപം. ചീഫ് സെക്രട്ടറിയുടെ നടപടികൾ കോടതിയെ ലക്ഷ്യമെന്ന് കാട്ടി സെൻകുമാർ നിയമ നടപടിക്കെന്നും റിപ്പോർട്ട്. പ്രതിരോധത്തിന് കാഹളം. സംസ്ഥാനത്തെ പകർച്ചപ്പനി പ്രതിരോധത്തിന് സമഗ്ര നടപടികളുമായി സർക്കാർ. പനിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി. ആശുപത്രികളിൽ രാത്രി 2 മണി കഴിഞ്ഞാലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ താൽക്കാലിക നിയമനം നടത്തുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം പിണറായി. പനി പ്രതിരോധത്തിന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കും. നഗരമാലിന്യം നീക്കാൻ കേന്ദ്രീകൃത സംവിധാനം. പനി പ്രതിരോധത്തിന് ഹോമിയോ ആയുർവേദ സഹകരണം പ്രയോജനപ്പെടുത്തുമെന്നും വിശദീകരണം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് UDFന്റെ പൂർണ്ണ പിന്തുണയെന്ന ചെന്നിത്തല. പകർച്ചവ്യാധി തടയാൻ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമ്പോഴും സംസ്ഥാനത്തെ പനിമരണങ്ങൾ സർവകാല റെക്കോർഡിലേക്ക്. ഇന്നു മാത്രം പനിക്കടിമപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് 6 പേർക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.